ഇന്നത്തെ സ്പെഷ്യൽ നിസാമി ദം ചിക്കൻ ഗ്രേവി ഹൈദരാബാദി ഡിഷാണ് കേട്ടോ. റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ തേങ്ങ, അതിലേക്ക് ആൽമണ്ട്, കാഷ്നട്ട്സ്, പട്ട, ഏലക്ക ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കേട് പുളി കുറഞ്ഞതാണെങ്കിൽ 1 കപ്പ് കേട് ഒഴിക്കുക. അത് കുറച്ച് പുളിയുള്ള കാരണം കൊണ്ട് നമ്മൾ 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത സവോള, പുതിനില, മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളകും കൂടെ ചേർത്ത് നേരത്തെ സവോള ഫ്രൈ ചെയ്തെടുത്തില്ലേ അതിൽ തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നെയ്യ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സാജീരകം, പിന്നെ മല്ലിപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ, സാദാ ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാഫ്രൻ ഇങ്ങനെ പാലിൽ കുതിർത്തിയെടുത്തിട്ട് അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ മിക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല, അത് കാരണം കൊണ്ട് വലിയൊരു പാത്രത്തേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ പറയാറുണ്ട്, എന്തെങ്കിലും മസാല മിക്സ് ചെയ്തതാണെങ്കിലും ശരി, അരപ്പരച്ചതാണെങ്കിലും ശരി, ഒന്നും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ അതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ചുഴറ്റി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഉരുളിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. മന്തിക്കൊക്കെ നമ്മൾ സ്മോക്ക് ഇടില്ലേ, അതേപോലെ ഇതിനും നമ്മൾ സ്മോക്ക് ഇട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ. നല്ലൊരു വെയിറ്റും വെച്ചിട്ട്, ഈ വെയിറ്റ് വെച്ച് മാത്രം കാര്യമില്ലാത്ത മൊത്തത്തിൽ വെച്ചോളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറക്കുക. അപ്പം തന്നെ ആ ഒരു മിക്സിന് തന്നെ ആ സ്മോക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് പ്രത്യേക മണം വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. നല്ല മണമാണ്, ഒരു പ്രത്യേക മണം, സ്മോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ വരുന്നത്. സ്ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. ഗ്രേവി കട്ടിയായിട്ടാണ് പൊതുവേ ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ അധികം ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മൾ കുറച്ചും കൂടെ മല്ലിയിലേക്ക് മുകളിൽ വിതറി കൊടുത്ത് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് നമ്മളെ ചിക്കൻ കറി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് കോമ്പിനേഷനായിട്ട് കഴിച്ചത് പൊറോട്ടയാണ്. പൊറോട്ട മാത്രമല്ല, പത്തിരി ആണെങ്കിലും പുട്ടാണെങ്കിലും നൂൽപുട്ടാണെങ്കിലും ഇനി ചോറാണെങ്കിൽ പോലും അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേക സ്മോക്ക് ചെയ്തതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ നിന്നാണ് നമുക്ക് ഈ റെസിപ്പി കിട്ടിയത്. ചിക്കൻ്റെ ആ മിക്സ് റെഡിയാക്കിയിട്ട് നമ്മൾ ആ സ്മോക്ക് ചെയ്യുന്ന പാർട്ടില്ലേ, അത് കണ്ടപ്പോഴാണ് ഉണ്ടാക്കി വെക്കണമെന്ന് തോന്നിയത്. എന്തായാലും നിസാമി ദം ചിക്കൻ ഗ്രേവി അടിപൊളി സെറ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ. നല്ല ടേസ്റ്റ്. ഒരു വെറൈറ്റി